Hello, my dear friends. Welcome to my YouTube channel PV's Pavilion. Wow. 25th October 2025. ഒക്ടോബർ 25-ന് സിഡ്നിയിൽ വെച്ച് നടന്ന ODI ബൈലേറ്ററൽ സീരീസിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ തകർത്തിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. 2 കളി തോറ്റെങ്കിലും മൂന്നാമത്തേതിൽ നമ്മൾ വിജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ടോസിൻ്റെ കളിയായിരുന്നു. ടോസ് ജയിച്ച് ഫസ്റ്റ് ബോളിംഗ് എടുക്കുമായിരുന്നു കഴിഞ്ഞ 2 കളികളിലും ഓസ്ട്രേലിയ. അതിൻ്റെ അഡ്വാൻറ്റേജ് അവർക്കുണ്ടായി. പക്ഷെ മൂന്നാമത്തെ കളിയിലും ടോസ് അവർ ജയിച്ചെങ്കിലും അവർ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. അവരെ നമ്മളൊരു 236 ഓൾ ഔട്ടാക്കി. അതായത് ഫുൾ ഓവർ കളിക്കാൻ അവരെ സമ്മതിച്ചില്ല. നമ്മളൊരു 47 ഓവറിൽ തന്നെ അവരെ ഓൾ ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ല സൂപ്പർ മാച്ചായിരുന്നു. ഹർഷിത് റാണ 4 വിക്കറ്റ് എടുത്തു. വാഷിങ്ടൺ സുന്ദർ 2 വിക്കറ്റ് എടുത്തു. നല്ലൊരു പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. അവരുടെ റൺഷാ 56 റൺ, ടോപ്പ് സ്കോറർ റൺഷാ ആയിരുന്നു. അതുപോലെ മാത്യു ഷോട്ട് ഒരു 30 റൺസിൻ്റെ ഇന്നിങ് കളിച്ചു, കുഴപ്പമില്ലാതെ കളിച്ചു. അപ്പോൾ മറുപടി ബാറ്റിങ്ങിന് അപ്പോൾ ഇന്ത്യക്ക് എത്ര വേണം? 237 വേണമായിരുന്നു ജയിക്കാൻ 50 ഓവറിൽ. അപ്പോൾ നമ്മളെ സ്ഥിരം ഓപ്പണേഴ്സായ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ക്രീസിലെത്തി കളിച്ചു. ക്യാപ്റ്റൻ ഗില്ലിന് ശോഭിക്കാനായില്ല ഈ കളിയിലും. അപ്പോൾ 3 കളിയിലും അദ്ദേഹം ഒരു അമ്പേ പരാജയമായിരുന്നു എന്ന് പറയാൻ എനിക്ക് വ്യസനമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. രോഹിത് ശർമ്മ സെക്കൻഡ് ODIയിൽ 50 അടിച്ചാണ്, അപ്പോൾ 73 റൺസ് അടിച്ചാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്യാരി ഓൺ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കളിച്ച് തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു തകർപ്പൻ ബാറ്റിങ്ങുമായിട്ടാണ് രോഹിത് ശർമ്മ വന്നത്. വളരെ പ്രൊഫഷണൽ ക്രിക്കറ്ററുടെ എല്ലാ ഭാവങ്ങളും എല്ലാ ചാരുതയും മാറുന്ന ഒരു ഇന്നിങ് നമ്മൾ കണ്ടു. ഒരു 121 റൺസിൻ്റെ മികവുറ്റ ഭംഗിയായിരുന്ന ഒരു ഇന്നിങ് ആയിരുന്നു അത്. സൂപ്പർ 3 സിക്സർ അടക്കം ഉള്ളൊരു തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം. ഗിൽ ഔട്ടോ ആയതോടുകൂടി കോഹ്ലി വന്നു. വിരാട് കോഹ്ലിയും തൻ്റെ വിരാടഭാവം കാണിച്ചു. ആദ്യം തന്നെ 2-3 ഫോറൊക്കെ അടിച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അയാളൊരു മെച്ചുവേർഡ് ഇന്നിങ്ങാണ് കളിച്ചത്. ഒരു 74 റൺസ് എടുത്ത് നോട്ട് ഔട്ടായിട്ട് നമ്മളെ ഗില്ലിൻ്റെ വിക്കറ്റ് മാത്രമേ പോയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 39th ഓവറിൽ, ഇവൻ 40 ഓവറോളം കളിച്ചില്ല, 39 ഓവറിൽ 237 എടുത്ത് ലക്ഷ്യം കണ്ടു. ഒരു കറണ്ട് സിനോറിയയിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിജയമാണ്. അപ്പോൾ ടീം എവിടെ ഒരു പ്രശ്നമില്ലാത്ത ടീം തന്നെയാണ് ഇന്ത്യ. അപ്പോൾ നേരത്തെയും ചിലപ്പോൾ നമുക്ക് ടോസ് ജയിച്ച് ആദ്യം ബോൾ ചെയ്ത് ജയിക്കാമായിരുന്നു എന്ന് തോന്നി. വളരെ ഈസി ആയിട്ടാണ് ഇന്നലെ ഫിനിഷ് ചെയ്തത്. ഓക്കെ, അപ്പോൾ രോഹിത് ആൻഡ് കോഹ്ലി തൻ്റെ പ്രഭാവം കാണിച്ചിരിക്കുകയാണ്. ആൻഡ് നൗ ഐ തിങ്ക് ദാറ്റ് ദേ ആർ നോട്ട് ഗോയിങ് ടു ഗോ എനിവെയർ. ദേ വിൽ സ്റ്റേ അറ്റ് ലീസ്റ്റ് ടിൽ ദി എൻഡ് ഓഫ് 2027 ഫോർ നെക്സ്റ്റ് വേൾഡ് കപ്പ്. ഓക്കെ, അപ്പോൾ അതാണ് വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഇന്ത്യ ഒരു ജയത്തോടു കൂടി വൺഡേ സീരീസ് വിരാമം കുറിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ T20ക്ക് എൻ്റെ സൂര്യകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് 5 T20 മാച്ച് കളിക്കും ഓസ്ട്രേലിയയിൽ. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതിനിടയ്ക്ക് വിമൻസ് ക്രിക്കറ്റിൽ ഭയങ്കര ഒരു മാച്ച് നടന്നു. ഓസ്ട്രേലിയൻ വിമൻസ് വേഴ്സസ് സൗത്ത് ആഫ്രിക്കൻ വിമൻസ്. എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് പറയും പോലെ സൗത്ത് ആഫ്രിക്ക 97 ഓൾ ഔട്ട്. അതായത് ഓസ്ട്രേലിയയുടെ അലാന കിങ് എന്ന സ്പിന്നറുടെ മാരക ബൗളിങ്ങിൻ്റെ മികവിൽ 7 വിക്കറ്റാണ് എടുത്തത്. സൗത്ത് ആഫ്രിക്കയെ വെള്ളം കുടിപ്പിക്കാൻ പോലും വിട്ടില്ല അവർ. പെട്ടെന്ന് 97 ഓൾ ഔട്ട്, 24 ഓവറേ കളിച്ചുള്ളൂ. പകുതി
പകുതി പോലും ഓവർ കളിക്കാതെ അവരെ 97 ഓൾ ഔട്ട് ആക്കിയിരിക്കുകയാണ്. ഓസ്ട്രേലിയ ആസ് യൂഷ്വൽ വളരെ ക്ലിനിക്കലി, എന്നാലും അവരുടെ 3 വിക്കറ്റ് പോയെങ്കിലും ബെത്ത് മൂണിയുടെ ഒരു 42, ജോർജി വോളിൻ്റെ ഒരു 38 റൺസ് നോട്ട് ഔട്ട്, അങ്ങനെ അവർ ഒരു 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. അപ്പോൾ ഓസ്ട്രേലിയ ഫുൾ മാച്ച് കളിച്ചു, അവർ ടോപ്പാണ്. സൗത്ത് ആഫ്രിക്ക നമ്പർ 2-ലാണ്, ഇംഗ്ലണ്ട് നമ്പർ 3-ആണ്. അവർ ഗ്രേറ്റ് ഇന്ത്യ ഈസ് അറ്റ് നമ്പർ 4 റൈറ്റ് നൗ. നമുക്കൊരു കളി കൂടി ഉണ്ട്, നാളെ ബംഗ്ലാദേശായിട്ടൊരു കളിയുണ്ട്. ഓക്കെ, അപ്പോൾ ആ കളിയിൽ ജയിച്ചാലും തോറ്റാലും നമ്മൾ 4th പൊസിഷൻ തന്നെ ആയിരിക്കും. സോ വി ആർ ഗോയിങ് ടു മീറ്റ് ഓസ്ട്രേലിയ ഇൻ ദി ഫൈനൽസ്. ഓക്കെ, സൗത്ത് ആഫ്രിക്ക ആൻഡ് ഇൻ ദി സെമി ഫൈനൽസ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് സെമി ഫൈനൽസ്. ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനലാണ്, അതുപോലെ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക സെമി ഫൈനലാണ്. ഓക്കെ, ദീസ് ആർ ദി ന്യൂസ് from PV's Pavilion now. Okay, please like my video if you like it, subscribe and share. Thank you very much. Bye.